ചാലക്കുടി പരിയാരത്തെ ഗൃഹനാഥന്റെ മരണം കൊലപാതകം. മകൻ പോലീസ് പിടിയിൽ. ഗോവണിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ്. തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂരിലെ ജ്വല്ലറി വ്യാപാരി പോലീസ് പിടിയിൽ. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാതീയ ആക്ഷേപങ്ങൾ നടത്തിയ കലാമണ്ഡലം ജൂനിയർ സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. വിവാദങ്ങൾക്കിടെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച RLV രാമകൃഷ്ണൻ വേനലവധിക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളെത്താതെ വിലങ്ങൻകുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. പോരായ്മകൾ പരിഹരിക്കാൻ അവധിക്കാലത്ത് അധികൃതരുടെ ഇടപെടൽ വേണമെന്ന ആവശ്യമുയരുന്നു. വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചാലക്കുടി പരിയാരത്ത് ചികിത്സയിലിരിക്കെ ഗൃഹനാഥൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. പോട്ടക്കാരൻ വർഗീസ് മരിച്ച സംഭവത്തിൽ മകൻ 24 വയസ്സുള്ള പോളിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച തവളപ്പാറ റോഡിലെ വീട്ടിലായിരുന്നു സംഭവം. വീടിനകത്തെ കോണിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. തലയ്ക്ക് ഗുരുതരമായി ക്ഷതമേറ്റ വർഗീസിന് പിന്നീട് സുബോധം തിരിച്ചു കിട്ടിയിരുന്നില്ല. സംഭവത്തിന് ശേഷം പോൾ വർഗീസ് ഏതാനും സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി വർഗീസിനെ ആശുപത്രിയിലെത്തിച്ചു. കോണിപ്പടിയിൽ നിന്നും വീണതാണെന്ന് എറണാകുളത്തെ ആശുപത്രി അധികൃതരെ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അസുഖബാധിതനായി കഴിയുന്ന വർഗീസിനെ മയക്കുമരുന്നിന് അടിമയായ മകൻ സ്ഥിരം മർദ്ദിക്കാറുണ്ടെന്നും സംഭവത്തിൽ സംശയമുണ്ടെന്നും അയൽവാസികൾ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചിരുന്നു. ഇതിനിടെ വെന്റിലേറ്ററിലായിരുന്ന വർഗീസ് കഴിഞ്ഞ ദിവസം മരിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെ ജോലിക്കാരൻ തിരുവനന്തപുരം സ്വദേശി ജോസഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. രാത്രി പുറത്തുപോയി തിരിച്ചെത്തിയ ജോസഫ് ജനലിലൂടെ വീടിനകത്ത് നടന്നത് മുഴുവൻ കണ്ടിരുന്നു. വർഗീസും മകൻ പോളും ജോലിക്കാരന് മാത്രമായിരുന്നു വീട്ടിൽ താമസം. ചാലക്കുടി SHO CK സജീവ്, പ്രിൻസിപ്പൽ SI CB മധു, SIമാരായ KJ ജോൺസൺ, AU റെജി, ജോഫി, CPO ബൈജു, സ്പെഷ്യൽ ബ്രാഞ്ചിലെ CB ഷെറിൽ, PS റെനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂരിലെ ജ്വല്ലറി വ്യാപാരിയും ഭാര്യയും പിതാവും പിടിയിൽ. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ വിശാലിനെ റിമാൻഡ് ചെയ്തു. മറ്റ് 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാടത്ത് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി 66 വയസ്സുള്ള രവിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം വാഹനമിടിച്ചാണെന്ന് വ്യക്തമായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമകളെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. 23-ന് രാത്രി 9 മണിയോടെ വിശാലും കുടുംബവും പുറത്തുപോയി ഭക്ഷണം കഴിച്ച് തിരിച്ചുവരുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. ഗേറ്റിന് സമീപത്തായി ഇരുട്ടത്ത് ഉറങ്ങിക്കിടന്നിരുന്ന രവിയുടെ ശരീരത്തിലൂടെ ഇവരുടെ കാർ അബദ്ധത്തിൽ കയറിയിറങ്ങുകയായിരുന്നു. സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്ക് പാടത്ത് കൊണ്ടിടുകയായിരുന്നുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. വിശാലിനെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്കും മറ്റ് 2 പേർക്കെതിരെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനുമാണ് പോലീസ് കേസെടുത്തത്. മണ്ണുത്തി SHO സജീഷ്, SI ജീസ് മാത്യു, കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസുമാണ് കേസ് അന്വേഷിച്ചത്. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതേസമയം ചൂട് വർദ്ധിച്ചതോടെ നെല്ലിന്റെ വിളവിൽ വ്യാപകമായ കുറവ് സംഭവിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയായി. ചൂട് ഇനിയും വർദ്ധിച്ചാൽ നെൽകൃഷിയെ ബാധിക്കുമെന്ന് കാർഷിക സർവകലാശാല അധികൃതർ ചൂണ്ടിക്കാട്ടി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി.
ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്ത് തള്ളുന്ന സംഘങ്ങൾ ഇവിടെ സജീവമാണ്. 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പെരുമ്പുഴ പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ, കവറുകളിലാക്കി കൊണ്ടുവന്ന് തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ, കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ, പൂക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തുടങ്ങിയവയും ധാരാളമായി ഈ മേഖലയിൽ തള്ളുകയാണ്. മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലായാണ് പെരുമ്പുഴ പാടശേഖരം സ്ഥിതി ചെയ്യുന്നത്. കൈവരികൾ തകർന്ന പാലത്തിന്റെ കീഴെ പെരുമ്പുഴ കനാലിലും വേസ്റ്റുകൾ നിറയുകയാണ്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസ് സ്ഥാപിച്ച 2 ക്യാമറകളുണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല. ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടന്നിട്ട് നാളുകളേറെയായി. പോലീസ് ഈ പ്രദേശങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവിടെ മാസങ്ങളായി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ക്യാമറ. ക്യാമറകൾ സ്ഥാപിച്ചതിലും ആലോചനക്കുറവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള ക്യാമറ പാടത്തിന്റെ തുടക്കത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ തള്ളുന്നത് റോഡിന്റെ മധ്യഭാഗത്തായാണ്. അവിടെ ക്യാമറയില്ലാത്തത് മാലിന്യം തള്ളലുകാർക്ക് സൗകര്യമാവുകയാണ്. പാടശേഖരത്തിന്റെ മധ്യഭാഗത്തും ക്യാമറ സ്ഥാപിച്ച് അവ നിരീക്ഷിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ പോലീസ് കാര്യക്ഷമമായി നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാതി ആക്ഷേപങ്ങൾ നടത്തുകയും അപമാനിക്കുകയും ചെയ്ത കലാമണ്ഡലം ജൂനിയർ സത്യഭാമയ്ക്കെതിരെ പ്രശസ്ത നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ പരാതി നൽകി. ചാലക്കുടി ഡിവൈഎസ്പി R അശോകന് ലഭിച്ച പരാതി തുടർ നടപടികൾക്കായി വഞ്ചിയൂർ പോലീസിന് കൈമാറി. സത്യഭാമ യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ നൽകിയത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ മുഖാന്തരമാണ് പരാതി നൽകിയത്. ജാതി ആക്ഷേപം, ശാരീരികാവസ്ഥയെ കളിയാക്കൽ, സാമൂഹ്യമാധ്യമത്തിൽ അപമാനിക്കൽ, വിദ്യാഭ്യാസ യോഗ്യതയെ കളങ്കപ്പെടുത്തും വിധം സംസാരിക്കൽ എന്നിവയാണ് പരാതിയിൽ ആരോപിച്ച കുറ്റങ്ങൾ. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഡിവൈഎസ്പി ഓഫീസിൽ നേരിട്ടെത്തി രാമകൃഷ്ണൻ പരാതി നൽകിയത്. കോടതി മുഖേനയും ഉടനെ പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു യൂട്യൂബ് ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ചയിൽ യൂട്യൂബ് ചാനൽ, പിന്നെ അതുപോലെ തന്നെ അവതാരകൻ, പിന്നെ സത്യഭാമ, അതിപ്പോൾ ചാലക്കുടി എന്നുള്ള രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പിന്നെ കോടതിയിലും നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അട്രോസിറ്റിയുടെ രീതിയിൽ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ന് എന്തായാലും മേൽ നടപടികളിലേക്ക് നമുക്ക് നോക്കാം. എന്തായാലും ജാതി അധിക്ഷേപത്തിന് വിധേയനായ RLV രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയനാണ് കൂത്തമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതിന് RLV രാമകൃഷ്ണന് വേദിയൊരുക്കിയത്. കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുവാൻ തനിക്ക് വേദിയൊരുക്കി നൽകിയതിൽ നന്ദിയുണ്ടെന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. മോഹിനിയാട്ടത്തിലെ മോഹനന്മാരുടെ വളർച്ചയ്ക്ക് ഇതൊരു ചവിട്ടുപടിയാണെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. അടുത്ത അധ്യയന വർഷം മുതൽ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പഠിക്കുന്നതിന് കേരള കലാമണ്ഡലം വേദിയൊരുക്കണമെന്ന് വിദ്യാർത്ഥി യൂണിയൻ ആവശ്യപ്പെട്ടു. വേനലവധിക്കാലത്ത് കണ്ണന് മുന്നിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. ഇത് മുതലെടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് മറിച്ചു നൽകുന്ന ലോബി സജീവമാകുന്നു. നൃത്തം അഭ്യസിക്കുന്നവരുടെ ഏറ്റവും വലിയ മോഹമാണ് കണ്ണന് മുന്നിൽ അരങ്ങേറ്റം കുറിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ 365 ദിവസവും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാകാരന്മാർ നിറഞ്ഞാടും. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 11 വരെയാണ് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുള്ളത്. ഈ സമയത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ 1.5 മണിക്കൂർ നേരത്തേക്ക് 5,900 രൂപയാണ് ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. 60 ദിവസം മുൻപ് ബുക്ക് ചെയ്യണം. നിലവിൽ മെയ് 26 വരെ ബുക്കിംഗ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ഓഫീസിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവരുടെ നീണ്ട നിരയായിരുന്നു. പലരും ബുക്ക് ചെയ്ത ശേഷം ആവശ്യക്കാർക്ക് മറിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഇരട്ടി പൈസയാണ് ഇവർ ഈടാക്കുന്നത്. ചില ദേവസ്വം ജീവനക്കാരും ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ട്. ഇവർ ഇതിന് കമ്മീഷനും കൈപ്പറ്റുന്നുണ്ട്. ഇത്തരം ലോബികൾ രാവിലെ മുതൽ ദേവസ്വം ഓഫീസിൽ തമ്പടിച്ചിരിക്കും. ഇതുമൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എത്തുന്നവർ കണ്ണീരോടെ മടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ലഭിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം മുതൽ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിനേക്കാളും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് കൂടുതൽ പേർക്കും താൽപര്യം. അതുകൊണ്ട് തന്നെ ഇത്തരം ലോബികൾ പറയുന്ന തുക നൽകി പലരും ചൂഷണത്തിന് ഇരയാകുന്നു. ഇത്തരം ലോബികളെ നിയന്ത്രിക്കാൻ ദേവസ്വം ശ്രമിക്കുന്നുമില്ല. ഇതിന് പരിഹാരമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭക്തരുടെ ആവശ്യം. TCV, ഗുരുവായൂർ.
അവധിക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പല കേന്ദ്രങ്ങളും പോരായ്മയുടെ നടുവിലാണ്. തൃശൂർ വിലങ്ങൻകുന്നും ഇതിൽ നിന്നും വിഭിന്നമല്ല. ജില്ലയിലെ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിടമാണ് വിലങ്ങൻകുന്ന്. ഒട്ടേറെ വിനോദസഞ്ചാരികൾ അവധിക്കാലത്തും അല്ലാതെയും എത്തിച്ചേരുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ വലിയ ഒരു കടമ്പ തന്നെയാണ്. റോഡ് തന്നെയാണ് ഇവിടെയും പ്രധാന വില്ലൻ. ഇങ്ങോട്ടേക്ക് എത്തുന്നവർ ആദ്യം കടക്കേണ്ടത് പുനർനിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന തൃശൂർ കുന്നംകുളം സംസ്ഥാന പാത. ഇനി ഇത് കടന്നെത്തിയാൽ തന്നെ തുടങ്ങുകയാണ് പ്രധാന പാതയിൽ നിന്ന് വിലങ്ങൻകുന്നിലേക്കുള്ള ദുരിതയാത്ര. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കുണ്ടും കുഴി ഇതായിട്ട്. വെക്കേഷനായി അപ്പോൾ എല്ലാവരും വരണ്ടാണ്. ഭയങ്കര മോശമാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര ദൂരം നടന്നു വരാനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? വളരെ മോശം. കുട്ടികളെയും കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് റോട്ടിൽ. കാരണം നമ്മൾ കാറിലൊക്കെ കയറി വരുമ്പോഴേ നല്ലോണം കുണ്ടും കുഴിയൊക്കെയാണ്. കൂടുതൽ കുട്ടികളെ എല്ലാവരും വിനോദസഞ്ചാരത്തിനായിട്ട് കൊണ്ടുപോകാൻ നല്ലൊരു ഏരിയയാണ്. നല്ല അന്തരീക്ഷം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അത് സംരക്ഷിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇത്രയും നല്ലൊരു സ്പോട്ട് നശിപ്പിക്കരുതെന്ന്. ടാറിങ് ഇളകി കുണ്ടും കുഴിയുമായ റോഡിലൂടെയുള്ള വാഹന കാൽനട യാത്ര ഒരുപോലെ ദുരിതമാണ്. കുറേ വണ്ടി അത്യാവശ്യം വരുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ സഞ്ചാരികൾ വരുന്നുണ്ട്. പക്ഷേ റോഡ് അവസ്ഥ വളരെ മോശമാണ്. കാരണം ആകെ കുണ്ടും കുഴിയും ആയിട്ട്, പിന്നെ അത് കയറ്റായ കാരണം നമുക്ക് വണ്ടി ഇവിടെ എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷൻ ആവാനാണ് പോണത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടം വരാൻ തന്നെ മടിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. പൊട്ട റോഡാ, കുറേ കാലമായി. കുണ്ടും കുഴി കുറേ വർഷങ്ങളായി. യാത്രക്കാർ കുറവ് പറഞ്ഞാൽ വണ്ടി ചാട്ടം തന്നെ, തണ്ടൽ വേനയാ, കംപ്ലൈൻ്റ് ആണ്ട് ഓട്ടം കുറവ് പറഞ്ഞാൽ വരാൻ ഒരു മടിയാ. എന്തോ റോഡ് പെട്ടെന്ന് നന്നാക്കുക. അവധി ദിവസങ്ങളിൽ പോലും സഞ്ചാരികളുടെ ഒഴുക്ക് കുറഞ്ഞതോടെ വകുപ്പിന്റെ വരുമാനത്തെയും ഒപ്പം ഇവിടുത്തെ കച്ചവടത്തെയും കാര്യമായി തന്നെ ബാധിച്ചു. റോഡ് വളരെ മോശമാണ്. കച്ചവടമൊന്നുമില്ല. പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ ബാക്കി വരികയാണ്. അവധിക്കാരൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ആൾ വന്നില്ലെങ്കിൽ കച്ചവടമൊക്കെ കുറവായ ഭയങ്കര കഷ്ടമാണ്. അത് നല്ലോണം പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ പാർക്കൊക്കെ ഇപ്പം ഇല്ല. അതും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ പാർക്കിന് പുറമെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ 3D തിയേറ്ററും അനുബന്ധ പാർക്കും കരാർ പുതുക്കാതെ നിർത്തി. എന്നിരുന്നാലും അടാട്ട് പഞ്ചായത്തിന്റെ കീഴിലുള്ള കേവലം 2.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡ് സഞ്ചാരയോഗ്യമായാൽ തന്നെ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തും. അതിനു വേണ്ടത് അധികാരികളുടെ ഇടപെടലാണ്. ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അവിടേക്കുള്ള റോഡ് നന്നാവുക എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നവും റോഡിൻ്റെ ദുരവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് ഇതിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും ഡ്രൈവേഴ്സും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വിലങ്ങൻകുന്നിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അബ്ജിത്ത് തലച്ചിറ, TCV. വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. വലപ്പാട് ബീച്ച് സ്വദേശികളായ പുളിക്കൽ വീട്ടിൽ ഷൺമുഖൻ ഭാര്യ രമണി, വളവത്ത് വീട്ടിൽ മാധവൻ ഭാര്യ വിലാസിനി എന്നിവർക്കാണ് പൊള്ളലേറ്റത്. കൊടിയമ്പുഴ ദേവസ്വത്തിന് കീഴിലുള്ള ബ്രഹ്മതേജോമയം ക്ഷേത്രം തിടപ്പള്ളിയിൽ ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. പൂജാ ചടങ്ങുകൾക്കുള്ള ആവശ്യങ്ങൾക്കായി തിടപ്പള്ളി തുറക്കാനെത്തിയതായിരുന്നു ഇരുവരും. വാതിൽ തുറന്ന് ആദ്യം അകത്ത് കയറിയത് രമണിയായിരുന്നു. ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ട ഇവർ ഇക്കാര്യം പുറത്തു നിൽക്കുകയായിരുന്ന വിലാസിനിയോട് പറഞ്ഞു. വിലാസിനി മുറിക്കുള്ളിലെ ബൾബ് കത്തിക്കാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് തീയാളി പടരുകയായിരുന്നു. തീ ദേഹത്തേക്ക് പടർന്നയുടൻ രമണി പുറത്തേക്കോടി ക്ഷേത്രകുളത്തിലേക്ക് ചാടുകയും ഉടൻ തന്നെ കരയ്ക്ക് കയറുകയും ചെയ്തു. ഇതിനിടെ തിടപ്പള്ളിയുടെ ജനലും വാതിലും പൊട്ടിത്തെറിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരമായ പൊള്ളലേറ്റ രമണിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താമര വിരിയുന്ന ആദ്യത്തെ തട്ടകം തൃശൂർ ശക്തന്റെ തട്ടകമായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ALP സ്കൂളിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
രാഷ്ട്രീയത്തിലെ ചില അധമ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ താൻ കീഴ്പ്പെട്ടു പോയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP വെള്ളിക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് സജിതാ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, എ. നാഗേഷ്, അരുൺ പന്തലൂർ, നാരായണൻകുട്ടി എരയിടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ക്രൈസ്തവരുടെ ജീവനും ജീവിതത്തിനും അവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കാണ് സമ്മതിദാനം വിനിയോഗിക്കണമെന്ന് ഇരിങ്ങാലക്കുട രൂപത. സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും കതിരും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന പ്രബുദ്ധരാണ് ക്രൈസ്തവരെന്നും രൂപത മുഖപത്രമായ കേരള സഭ ഏപ്രിൽ ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. പണവും പ്രലോഭനങ്ങളും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനും ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോടികൾ വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ വിലയ്ക്ക് വാങ്ങി സർക്കാരുകളെ സൃഷ്ടിക്കപ്പെടുന്നതും ആവർത്തിക്കപ്പെടുന്ന അപഹാസ്യമായ നാടകങ്ങളാണ്. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അധികാരത്തിന്റെ പച്ചപ്പ് തേടി പാർട്ടി മാറുന്നവർ കൂടിവരുന്നതും അപകടകരമായ നീക്കങ്ങളാണ്. ഇന്ത്യയുടെ ജനാധിപത്യം, ഭരണഘടന, മതസ്വാതന്ത്ര്യം, ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് എന്നിവ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഫ്ലക്സ് ബോർഡ് കത്തിച്ചതായി പരാതി. വടക്കുംചേരി കുണ്ടുകാട് സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സാണ് കത്തിനശിച്ചത്. UDF പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. രമ്യ ഹരിദാസിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കൺവെൻഷനുകൾ പൂർത്തിയായി. സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നിയോജക മണ്ഡലത്തിലെ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. അച്ഛനും മകളും ജയിലിൽ പോകാതിരിക്കാൻ എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞാലും തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ കെ. മുരളീധരനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചുട്ട മറുപടി നൽകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ MP. മണലൂർ നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP അന്തർധാര തൃശൂരിൽ വില പോകില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം UDF ചെയർമാൻ PA മാധവൻ അധ്യക്ഷനായി. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, CC ശ്രീകുമാർ, അസ്കർ അലി തങ്ങൾ, KK ബാബു, PK രാജൻ, CJ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിൽ നിന്ന് പോകുന്നവർ കരഞ്ഞും കണ്ണു നിറഞ്ഞുമാണ് പോകുന്നതെന്നും ലീഡറുടെ ഫോട്ടോ BJPയുടെ പ്രചരണ ബോർഡിൽ വയ്ക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്നും മുൻ MLA ശോഭന ജോർജ് പറഞ്ഞു. LDFന്റെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ശോഭന ജോർജ് എഴുതിയ 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടിന്റെ പ്രകാശനം തൃശൂർ പ്രസ് ക്ലബിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ലീഡർ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും ശോഭന ജോർജ് ചൂണ്ടിക്കാട്ടി. LDF സംസ്ഥാനത്ത് 20 സീറ്റിലും വിജയിച്ചു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ അംഗീകാരം ഇടതുപക്ഷത്തുനിന്ന് ലഭിക്കുന്നുവെന്നത് സ്വാഗതാർഹമാണെന്നും പുതിയ തലമുറ മത്സര രംഗത്തേക്ക് കടന്നുവരണമെന്നാണ് ആഗ്രഹമെന്നും ശോഭന ജോർജ് പറഞ്ഞു. ശോഭന ജോർജിന്റെ കുടുംബത്തിലെ 7 സ്ത്രീകളാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള റീൽസിൽ പങ്കെടുത്തിരിക്കുന്നത്. പുത്തഞ്ചിറ പഞ്ചായത്ത് 14-ാം വാർഡ് പുളിയിലക്കുന്നിൽ 1 വർഷമായി 5ഓളം കുടുംബങ്ങൾ ഇരുട്ടിൽ കഴിയുകയാണ്. വൈദ്യുതി ലഭിക്കാൻ ഇനിയും നടപടിയായില്ലെങ്കിൽ ആർക്കും വോട്ടില്ലെന്ന നിലപാടിലാണ് ഈ കുടുംബങ്ങൾ. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ 8 വീടുകളാണ് പുളിയിലക്കുന്നിലുള്ളത്. വൈദ്യുതി ലഭിക്കാത്തതിനാൽ 5 വീടുകളിൽ മാത്രമാണ് താമസക്കാർ എത്തിയത്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാലാണ് കത്തുന്ന ചൂടിലും ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. രാത്രിയായാൽ മെഴുകുതിരി വെട്ടത്തിലാണ് ഇവരുടെ ജീവിതം. ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിത്തീരും വരെയാണ് +2-നടക്കം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയം. വയോധികരായ രോഗികളടക്കമുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. തൊട്ടടുത്തുവരെ വൈദ്യുതി പോസ്റ്റ് എത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് വൈദ്യുതി ലൈൻ സ്ഥാപിക്കാൻ ഫണ്ടില്ലെന്നും പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നുമാണ് KSEBയുടെ വിശദീകരണം. നിരന്തരം പരാതി നൽകിയതോടെ കളക്ടർ ഇടപെട്ട് ഇവർക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ നടപടി ഒന്നുമായില്ല. KSEB പറഞ്ഞ് പഞ്ചായത്തിൽ പറഞ്ഞ് മെമ്പറെ പറഞ്ഞ് ലാസ്റ്റ് നിവേദനം കളക്ടർ കൊടുത്ത് കളക്ടർ ഉത്തരവായതാണ്. KSEBക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഫണ്ട് വന്നിട്ടില്ല, ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതി കിട്ടിയില്ല, അതൊക്കെയാണ് പറയണത്. അവര് 3 ഞങ്ങൾക്ക് 4-5 പിള്ളേർ പഠിക്കണമായിരുന്നു. വാർഡ് മെമ്പറും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. തങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുന്നവർക്കായിരിക്കും ഇത്തവണ വോട്ട് ചെയ്യുക എന്നും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുമാണ് ഇവരുടെ തീരുമാനം. ഞങ്ങൾക്ക് കറണ്ട് വേണം, നിർബന്ധമായിട്ടും കറണ്ട് വേണം.
അല്ലെങ്കിൽ ഞങ്ങൾ പോകൂല, ഒരാൾക്ക് വോട്ട് ചെയ്യൂല. കറണ്ട് കിട്ടിയേ തീരുള്ളൂ. ഞങ്ങൾക്ക് ഏത് സ്ഥാനാർത്ഥി ആയാലും കറണ്ട് തരണ ആരോ അത് തന്നെയല്ല ഏത് സ്ഥാനാർത്ഥിക്കായാലും. ഇപ്പൊ ഞങ്ങൾ പിന്നെ പാർട്ടിയിൽ നിന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വികസനത്തെക്കുറിച്ച് വാ തോരാതെ പ്രസംഗിക്കുന്നവർ ഈ കുടുംബങ്ങളുടെ ദുരിതം കാണണമെന്നാണ് ഇവരുടെ അപേക്ഷ. TCV തൃശൂർ. ദേശീയപാത നടത്തറയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ മിനി ലോറി ഇടിച്ച് ക്ലീനർ മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി 22 വയസ്സുള്ള ജാജിവാൻ ബുഹിയാനാണ് മരിച്ചത്. നാമക്കലിൽ നിന്നും ആലുവയിലേക്ക് കോഴിമുട്ടയുമായി വന്നിരുന്ന മിനി ലോറി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മിനി ലോറിയിൽ കുടുങ്ങിയ ക്ലീനറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കരുവന്നൂർ ചെറിയ പാലത്തിന് സമീപം കാറിന് പുറകിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന കോളേജ് അധ്യാപകർ സഞ്ചരിച്ചിരുന്ന കാറിൽ പുറകിൽ വന്നിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ റോഡരികിലെ മരത്തിലും ഇടിച്ചു. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. മാളയിൽ നിർത്തിയിട്ടിരുന്ന കാർ ഉരുണ്ടു നീങ്ങി സമീപത്തെ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി. റോഡിന്റെ എതിർദിശയിലേക്കുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയുടെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ പൊട്ടി റോഡ് നെടുകെ പിളർന്നു. തൃത്താല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് ചൊവ്വാഴ്ച രാവിലെ വൻ ശബ്ദത്തോടെ പൊട്ടിയത്. തുടർന്ന് സമീപത്തെ പറമ്പുകളിലേക്കും കാനകളിലേക്കും റോഡിലും വെള്ളം പരന്നൊഴുകി ഗതാഗതം താറുമാറായി. സ്കൂൾ ഓഫീസ് സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ആഴ്ചകൾക്ക് മുൻപാണ് പെരുമ്പിലാവ് നിലമ്പൂർ പാതയായ റോഡിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 15 മീറ്ററോളം നീളത്തിലും വീതിയിലുമാണ് റോഡ് പിളർന്നിട്ടുള്ളത്. നാട്ടുകാരാണ് വാഹനങ്ങൾ നിയന്ത്രിച്ച് അപകടാവസ്ഥ ഒഴിവാക്കിയത്. ഗതാഗതം പൂർണ്ണമായി താറുമാറായതിനാൽ പാലക്കാട് ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി വഴിയും തൃശൂർ ഗുരുവായൂർ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ കല്ലുംപുറം വഴിയും തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പൈപ്പ് പൊട്ടി അപകടാവസ്ഥയിലാണെന്ന് ജല അതോറിറ്റിയെയും പോലീസിനെയും നാട്ടുകാർ അറിയിച്ചെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് എത്താതിരുന്നതിനാൽ നാട്ടുകാർ ക്ഷുഭിതരായി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പിങ്ക് കഫേ കാരവൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉത്തരവിട്ടു. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ 2024 ജനുവരി 16 വിധിന്യായം പാലിച്ചാണ് ഉത്തരവ്. കുന്നംകുളം ഭൂരേഖ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി. ഉത്തരവ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നും കാരവൻ മാറ്റുന്നതിന് 5ാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി. പിങ്ക് കഫേ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് 19 നടന്ന കൂടിക്കാഴ്ചയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു. തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ സ്ഥാപിച്ചതുമൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വില്ലേജ് രേഖകൾ പ്രകാരം പുറമ്പോക്ക് റോഡ് എന്ന് രേഖപ്പെടുത്തിയുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ളതാണ്. കഫേക്ക് എതിർവശത്ത് റോഡിനപ്പുറം GLPS എരുമപ്പെട്ടി, GHSS എരുമപ്പെട്ടി എന്നീ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കാരവന് സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് 8 പിങ്ക് കഫേ പ്രവർത്തനം തുടങ്ങിയത്. അസഹനീയമായ ചൂട് കൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട്. TCV എരുമപ്പെട്ടി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിലെ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 33 വർഷം തടവും 4,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അന്തിക്കാട് ന്യൂറൽ ഹുദ മദ്രസയിൽ അധ്യാപകനും അന്തിക്കാട് ജുമാ മസ്ജിദിലെ ഖത്തീബുമായിരുന്ന കരൂപ്പടഞ്ഞ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ ബഷീറിനെയാണ് തൃശൂർ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ജയപ്രഭ ശിക്ഷിച്ചത്. 2 വർഷം മുമ്പാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. രാത്രി നോമ്പ് നിസ്കാരത്തിന് പള്ളിയിലെത്തിയ കുട്ടിയെ പ്രതി തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ സുനിത, ഋഷികേശ് എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുടയിൽ 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതിക്ക് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
വള്ളിവട്ടം സ്വദേശി ഇയാട്ടിപ്പറമ്പിൽ നാരായണനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി രവിചന്ദർ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. കാഞ്ഞാണി ശ്രീശങ്കര ഷെഡിന് സമീപം മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും മകൻ കുത്തി പരിക്കേൽപ്പിച്ചു. അമ്പലക്കാട് സ്വദേശി കുറ്റിക്കാട്ടിൽ കുട്ടൻ ഭാര്യ ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ ലിജിത്ത് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായി. തിങ്കളാഴ്ച രാത്രി 12ഓടെയായിരുന്നു സംഭവം. മദ്യപിച്ചെത്തിയ ലിജിത്ത് അച്ഛനുമായി വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിയിലാണ് കുട്ടന് കുത്തേറ്റത്. പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിനിടെ അമ്മ ലതയ്ക്കും കുത്തേൽക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലിജിത്തിനെ കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ കുട്ടനെയും ലതയെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചലച്ചിത്ര താരവും മുൻ MP-യുമായ ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. രാവിലെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ ദിവ്യബലിയിൽ ഇന്നസെന്റിന്റെ ഭാര്യ ആലീസ്, മകൻ സോണറ്റ്, മറ്റു കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന കിഴക്കേ പള്ളിയിലെ സെമിത്തേരിയിലെത്തി കുടുംബാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ്, UDF സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാർ, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ എന്നിവർ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇന്നസെന്റിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അവിട്ടത്തൂർ സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞയുടൻ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ പുല്ലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. +1, +2 ബാച്ചിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം നടന്നത്. സ്കൂളിൽ നേരത്തെ നടന്ന സംഘർഷത്തെ തുടർന്ന് ഏതാനും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം അധികൃതർ നൽകിയിരുന്നു. പരീക്ഷ കഴിഞ്ഞതോടെ മുമ്പ് നടന്ന പ്രശ്നത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടുകയായിരുന്നു. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറമ്പോക്ക് ലേലം ജില്ലാ കലക്ടർ റദ്ദാക്കി. ഇക്കഴിഞ്ഞ 14-ാം തീയതി റവന്യൂ വകുപ്പ് നടത്തിയ പുനർലേലമാണ് ജില്ലാ കലക്ടർ റദ്ദാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് അംഗീകരിച്ചിരുന്നത്. എന്നാൽ കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. നേരത്തെ നടന്ന ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് പുനർലേലം നടത്തിയത്. ലേലം അസ്ഥിരപ്പെടുത്തിയ സാഹചര്യത്തിൽ 3ാമത്തെ ലേലം ശനിയാഴ്ച നടക്കും. നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാനമായ അംബിക സ്മാരകം നാഷണൽ ലീഗ് ഭവൻ നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AT അബ്ദുൽ വാഹിബ് ഉദ്ഘാടനം ചെയ്തു. ലോക്സഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നിലനിർത്തുന്നതിനാവശ്യമായ തിരഞ്ഞെടുപ്പാണെന്ന് ഓർമ്മിക്കണമെന്ന് AT അബ്ദുൽ വാഹിബ് പറഞ്ഞു. ഭരണഘടനയും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും നിലനിർത്താനാവശ്യമായ തെരഞ്ഞെടുപ്പിന് മതേതര ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി അധ്യക്ഷനായി. നാഷണൽ ലീഗ് വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഐജുറുസി തങ്ങൾ, കാളത്തോട് മഹല്ല് ചീഫ് ഇമാം അഷ്റഫി പന്താവൂർ, നാഷണൽ ലീഗ് ജനറൽ സെക്രട്ടറി ജംഷീർ അലി ചിന്നക്കൽ, സംസ്ഥാന സെക്രട്ടറി CPI കോയ, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. മേടപ്പുലരിയിൽ വിഷുക്കണിയൊരുക്കാൻ പൊന്നിൻ നിറമുള്ള വെള്ളരിക്കായകൾ വിളയിച്ചെടുത്തിരിക്കുകയാണ് മറ്റത്തൂരിലെ താളുപ്പാട സ്വദേശി രാജൻ പനങ്കൂട്ടത്തിൽ. വാഴ, വിവിധയിനം പച്ചക്കറികൾ എന്നിവയിലെന്ന പോലെ കണിവെള്ളരി കൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ് മലയോരത്തെ അറിയപ്പെടുന്ന കർഷകരിൽ ഒരാളായ ഈ യുവ കർഷകൻ. 3 മുറിക്കടുത്തുള്ള ചെട്ടിച്ചാൽ പാടത്ത് സ്വന്തമായുള്ള 3 ഏക്കർ നിലത്തിലാണ് രാജൻ കണിവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. ആണ്ടിൽ 2 വട്ടം നെൽകൃഷി ഇറക്കുന്ന പാടത്ത് വേനൽക്കാല വിളയായാണ് വെള്ളരി കൃഷി ചെയ്യുന്നത്. ജനുവരിയിൽ മുണ്ടകൻ കൊയ്തെടുത്ത് ഏറെ വൈകാതെ തന്നെ വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടു. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരിയാണ് ഇത്തവണ രാജൻ കൃഷി ചെയ്തത്. ആകർഷകമായ നിറത്തിലും ആകൃതിയിലുമുള്ള മഞ്ചേരി വെള്ളരിക്ക ശരാശരി 1 കിലോ തൂക്കമുള്ളവയാണ്. വേനൽ മഴ ശക്തമായി പെയ്യാതിരുന്നതിനാൽ മികച്ച വിളവാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്ന് കർഷകനായ രാജൻ പറയുന്നു. ഇവിടെ ചെയ്തിരിക്കുന്നത് മഞ്ചേരി ഇനത്തിൽ പറഞ്ഞ വെള്ളരിയാണ്. സാധാരണ നല്ല രീതിയിൽ ജൈവമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പാടത്ത് 2 പൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കണിവെള്ളരി കൃഷി തുടങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 60 ദിവസം വേണം
കണി വയ്ക്കാനായിട്ട് കൃത്യമായിട്ടൊരു വെള്ളരിക്ക കിട്ടാനായിട്ട്, അതായത് വിത്തിട്ട് 60 ദിവസത്തിനുള്ളിലാണ് കണി വയ്ക്കാൻ വെള്ളരിക്ക കിട്ടുക. അപ്പോൾ നമ്മൾ കറിക്ക് ചെത്തണമെങ്കിൽ ഒരു 35 പൊക്കം തൊട്ട് കറിക്ക് ചെത്തി തുടങ്ങാം. ഒരു വെള്ളരിക്ക കറക്റ്റ് വിളവാവണമെങ്കിൽ 60 ദിവസം വേണം. വെള്ളരിക്കായ്കൾ വിളഞ്ഞ പാകമായി തുടങ്ങിയെങ്കിലും ഏപ്രിൽ ആദ്യം മുതലാണ് ഇവ വിളവെടുത്ത് വിപണിയിലെത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തു സ്വാശ്രയ കർഷക സമിതിയിലെ സജീവ അംഗമായ രാജൻ താൻ വിളയിച്ചെടുത്ത കണിവെള്ളരി സമിതിയുടെ സ്വാശ്രയ ചന്തയിലൂടെയാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധയിടങ്ങളിലുള്ള കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയായ 20 ഫാർമേഴ്സ് കൂട്ടായ്മയിലെ അംഗം കൂടിയാണ് രാജൻ. കൊടും ചൂടിനെ കൂസാതെയുള്ള അധ്വാനത്തിലൂടെ മികച്ച ഉൽപാദനം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വെള്ളരിക്കയുടെ വില ഉയരാത്തതിൽ രാജൻ ആശങ്ക പ്രകടിപ്പിക്കുന്നു. കൃഷിക്കാരുടെ ഈ കണിവെള്ളരി കൃഷി ചെയ്ത കൃഷിക്കാരുടെ ഈ കൊല്ലത്തെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില വളരെ കുറവാണ്. കാരണം 10 രൂപ 11 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം. അതിൽ നിന്ന് മാറി കുറച്ചും കൂടി വില കയറി കിട്ടിയാൽ മാത്രമാണ് കൃഷിക്കാർക്ക് അത് ഒരു ഉപകാരപ്രദമാവുള്ളൂ. സാധാരണ ഏപ്രിൽ തൊട്ട് കണിവെള്ളരിക്ക് വില കൂടാറുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതേമാതിരി VAPC ഒക്കെ നമ്മളെ ഹോർട്ടികോർപ്പും എല്ലാവരും സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. നിലവിൽ കിലോഗ്രാമിന് 10 രൂപയാണ് വില. കഴിഞ്ഞ വർഷം ഈ സീസണിൽ ഇതിൽ കൂടുതൽ വില ലഭിച്ചിരുന്നു. വിഷു അടുത്തെത്തുന്നതോടെ വെള്ളരി വില ഉയരുമെന്ന പ്രതീക്ഷയാണ് ഈ കർഷകനുള്ളത്. TCV ന്യൂസ്, കൊടകര. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ തൃശൂരിൽ നടത്തിയ നിരാഹാര സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു. ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ജിജിമോൻ അധ്യക്ഷനായി. ആം ആദ്മി പാർട്ടി നേതാക്കളായ സിന്ധു സന്തോഷ്, ജിതിൻ സദാനന്ദൻ, ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 3 പേർക്കെതിരെ കാപ്പ ചുമത്തി. കൊടകര സ്റ്റേഷൻ പരിധിയിലെ നെല്ലായി ആലത്തൂർ സ്വദേശി പേരാട്ടുവീട്ടിൽ ഉജ്വൽ, പഴമ്പള്ളി ഇരിങ്ങപ്പള്ളി രമേശ്, വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ ധനിൽ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. റൂറൽ SP-യുടെ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG അജിത ബീഗമാണ് 6 മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് ലംഘിച്ചാൽ പ്രതികൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കൊടകര പോലീസ് ഇൻസ്പെക്ടർ റഫീഖ്, വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, കൊടകര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതിലക്ഷ്മി, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഡേവിസ്, രാജേഷ് ചന്ദ്രൻ എന്നിവരാണ് ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിനും ഉത്തരവുകൾ നടപ്പാക്കുന്നതിനും നേതൃത്വം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പരിയാരത്തെ ഗൃഹനാഥന്റെ മരണം കൊലപാതകം. മകൻ പോലീസ് പിടിയിൽ. ഗോവനിപ്പടിയിൽ വെച്ച് മർദ്ദിച്ച ശേഷം താഴേക്ക് വലിച്ചിടുകയായിരുന്നുവെന്ന് പോലീസ്. തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂരിലെ ജ്വല്ലറി വ്യാപാരി പോലീസ് പിടിയിൽ. തൃശൂരിൽ കൊടും ചൂട്. താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ കാരണാണി സംസ്ഥാന പാതയിലെ പെരുമ്പുഴ പാടം പരിസരത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായി. മാലിന്യം തള്ളുന്നത് തടയാൻ പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയായി. സാമൂഹ്യ മാധ്യമത്തിലൂടെ ജാതീയ ആക്ഷേപങ്ങൾ നടത്തിയ കലാമണ്ഡലം ജൂനിയർ സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. വിവാദങ്ങൾക്കിടെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച് RLV രാമകൃഷ്ണൻ. വേനലവധിക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ അപേക്ഷകരുടെ കുത്തൊഴുക്ക്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എത്താതെ വിലങ്ങൻകുന്ന് വിനോദസഞ്ചാര കേന്ദ്രം. പോരായ്മകൾ പരിഹരിക്കാൻ അവധിക്കാലത്ത് അധികൃതരുടെ ഇടപെടൽ വേണമെന്ന് ആവശ്യമുയരുന്നു. വലപ്പാട് ബ്രഹ്മതേജോമയ ക്ഷേത്രം തിടപ്പള്ളിയിൽ ഗ്യാസ് ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ 2 സ്ത്രീകൾക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.